അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എവിടെയായിരുന്നു? കുറച്ച് നാളായല്ലോ ഉസ്താദ് നിങ്ങളെ കണ്ടിട്ട്. കാണാൻ വലിയ പൂതിയായിട്ടോ. എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖല്ലേ? എല്ലാവരും ചായ കുടിച്ച് ക്ലാസ് കേൾക്കാൻ റെഡിയായി ഇരിക്കാവും. അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്കിന്ന് ക്ലാസ് എടുക്കണ്ടേ? ഇൻഷാ അല്ലാഹ്. എന്താ നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്? കഴിഞ്ഞ 2 ക്ലാസ്സുകളും നിങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ കണ്ടാൽ അല്ലേ, ചിരിയൊക്കെ കണ്ടാൽ മനസ്സിലാക്കാം. എന്താ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പഠിച്ചത്? ഒന്നാമത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? അദബൻ പഠിച്ചു. അദബൻ എന്ന് വായിക്കാൻ ആ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താ? അ എന്നുള്ളതാണ് പഠിച്ചത്. അലിഫ് അ, അലിഫ് അ. ഈ കാര്യങ്ങളാണ് നമ്മൾ ആ ക്ലാസ്സിലൂടെ പഠിച്ചത്. പിന്നെ രണ്ടാമത്തെ ക്ലാസ്, അന്ന് ഉസ്താദ് ഫസ്റ്റത്തെ ക്ലാസ്സിൽ പാട്ടൊക്കെ പാടി തന്നിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. എന്തായിരുന്നു പാട്ട്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? മറന്നിട്ടില്ലല്ലോ, മറക്കാൻ പാടില്ല. ഇനി മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുസ്തകത്തിന്റെ ആദ്യം മറിച്ചാൽ കാണാൻ പറ്റും. നല്ല രസമായിട്ട് ഉമ്മച്ചിനോടൊക്കെ പാടിത്തരാൻ പറയണം, നല്ല ഉഷാറായിട്ട് അല്ലേ? അതൊക്കെ ഒന്ന് പാടി പഠിച്ചു. നമ്മൾ മുന്നോട്ട് വന്നു. അദബൻ എന്ന പാഠം പഠിച്ചു. അലിഫ് എങ്ങനെയാ എഴുതാന്ന് പഠിച്ചു. ആ എന്ന് എങ്ങനെയാണ് എഴുതാന്ന് പഠിച്ചു. പിന്നെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? എന്താ പഠിച്ചത്? ഇബറിനാണ് പഠിച്ചത്. ഇബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? പറഞ്ഞു തന്നിട്ടുണ്ട് ഉസ്താദ്, കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വീട്ടിലുണ്ട്, ഉമ്മാരടുത്ത് കണ്ടിട്ടുണ്ടാവും. ഇബർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞേ? സൂചി. ഇബറുൻ, അതും പഠിച്ചു. അത് നമുക്ക് എഴുതാനും പഠിക്കാനുള്ളത് എന്താണ്? ഇ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അദബൻ വായിക്കാൻ പഠിച്ചു. അലിഫ് അ എഴുതാൻ പഠിച്ചു. ഇബറുൻ വായിക്കാൻ പഠിച്ചു. അലിഫ് ഇ എഴുതാൻ പഠിച്ചു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? കഴിഞ്ഞ 2 ക്ലാസ്സിലും പഠിച്ചത്. ഉഷാറായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. എപ്പോഴും ഇത് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആ 2 ക്ലാസ്സിന്റെ ഒരു ആവർത്തനമാണ് ഉസ്താദ് പറയാൻ പോകുന്നത്. അഥവാ എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ള രൂപം പഠിച്ചിരുന്നു. ഇനി നമ്മുടെ ആ 2 പാഠത്തിൽ വേറൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? കളർ കൊടുക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് കളർ കൊടുക്കാനറിയില്ലേ? അറിയില്ലേ? കളർ കൊടുക്കായ അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയണതല്ലേ. എന്നാൽ ഇതിലെ കളർ കൊടുക്കൽ അങ്ങനെയല്ല. ചില ആൾക്കാർ കളർ കൊടുത്തിക്കണോ എന്നൊരു സംശയമുണ്ട്. കളർ കൊടുത്തു തോന്നുന്നുണ്ടല്ലേ? പറ്റിച്ചോ? കളർ കൊടുക്കാനായിട്ടില്ല. ഉസ്താദ് പറയാതെ കളർ കൊടുക്കാൻ പാടില്ല. പുസ്തകമൊക്കെ എല്ലാവരും വാങ്ങിക്കണില്ലേ? നിങ്ങൾ എത്രയൊക്കെ പുസ്തകം ഉണ്ടാവും. പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഒന്നാമത്തെ പാഠത്തിൽ അടിയിലുണ്ട് കളർ കൊടുക്കാനുള്ള ഭാഗം. അതേപോലെ രണ്ടാമത്തെ പാഠം ഉസ്താദ് പറയാതെ നിങ്ങൾ കളർ കൊടുക്കരുത്. കൊടുത്തവരുണ്ട് തോന്നുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്. നിങ്ങളെ അവസ്ഥ കണ്ടിട്ട് കൊടുത്തവരുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് അതൊക്കെയാണെന്ന് പറയാനുള്ളത്. അതിൽ നമ്മൾ ചില വാക്കുകൾ ഞാൻ വിട്ടിട്ട് ഇവിടെ എഴുതി മനസ്സിലാക്കി തരും. ഇനി നമുക്ക് അവിടെ എന്താണ് ചേർക്കാനുള്ളതെന്നും എങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഒരിക്കൽ കൂടെയും നമുക്ക് പറയാം. എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും നമുക്ക് പറയാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അതിനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ക്ലാസ് എടുക്കാനും നിങ്ങൾക്കത് മനസ്സിലാക്കാനും പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യമായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ സമയം കിട്ടിയാൽ ഞാൻ പാടിത്തരുന്നുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമുക്ക് എന്തു വേണം, എങ്ങനെയാണ് ഇത് എഴുതിയതെന്ന് ഒരിക്കൽ കൂടെ ഉസ്താദ് പറഞ്ഞു തരാണ്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ടുവന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കഴിഞ്ഞ 2 ക്ലാസ്സിൽ പഠിച്ച സംഗതി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതല്ല, ഇതിന്റെ ഉള്ളിലുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എന്നാ ഇതിന്റെ ഉള്ളിലുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. കാണണോ?
ഇതിന്റെ അടിയിൽ നമ്മളെ ക്ലാസ്സിന്റെ അടിയിൽ വേറൊന്നും കാണാൻ കേട്ടോ, വേറൊന്നും നോക്കരുത്, ഇത് മാത്രം നോക്കണം. അപ്പോഴേ ഞാൻ ഇത് കാണിച്ചു തരുള്ളൂ. കാണണ്ടേ? കാണാൻ പോയിട്ടോ? കാണട്ടെ, ഞാൻ കാണിച്ചട്ടെ ഇതെന്താന്നുള്ളത്. എന്നാ നോക്കിക്കോളി, ഉസ്താദിന്റെ കയ്യിലേക്ക് തന്നെ നോക്കണം, സൂക്ഷിച്ച് നോക്കണം. ഇപ്പൊ കാണും, കാണിക്കാൻ പോവാണേ. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് അൽഹംദുലില്ലാ. ഇതെന്താ വായിക്ക? ആ. എന്താ വായിക്ക? ആ. ഇപ്പോഴാ മനസ്സിലായതല്ലേ ഇതെന്താ സംഭവം. ഇതുവരെ വിചാരിച്ചതെന്താ, ഉസ്താദ് എന്തെങ്കിലും കടി കൊടുത്തിക്കണ ചായ ഒക്കെ കുടിച്ചാലുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടാവില്ലേ? എന്നാ അതല്ലട്ടാ, ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതെന്താ വായിക്ക? ആ. എന്താ വായിക്ക? ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. ആ. കണ്ടല്ലോ. ഇനി എന്താ പറയാൻ പോണത്? ഇനി എന്താ കാണിക്കാൻ പോണത്? ഇനി എന്താ കാണിക്കാൻ പോണത്? കാണിക്കട്ടെ, കാണിക്കട്ടെ, കാണണ്ടേ? കണ്ടു. ദ. എന്താ വായിക്ക? ദ. എന്താ വായിക്ക? ദ. ആദ്യം എന്താ കാണിച്ചത്? ആ. ഇതെന്താ വായിക്ക? ദ. അപ്പൊ രണ്ടും കൂടെ എന്താ വായിക്ക? അതാ. രണ്ടും കൂടെ എന്താ വായിക്ക? അതാ. ഇനി അടുത്തത് എല്ലാം നോക്കില്ല നിങ്ങള്, ലോണം നോക്കണട്ടാ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇതാ കാണിക്കാൻ പോണേ. ഇനി എന്താ കാണിക്കാൻ പോണത്? നല്ല നോക്കിക്കോളി. ബുൻ. ഇതെന്താണ്? ബുൻ. എന്താ വായിക്ക? ബുൻ. അപ്പൊ മൂന്നെണ്ണം എന്താ നമ്മൾ കണ്ടത്? ആദ്യം കണ്ടത് എന്താ? ആ. രണ്ടാമത് എന്താ കണ്ടത്? ദ. മൂന്നാമത് എന്താ കണ്ടത്? ബുൻ. ഇത് മൂന്നും കൂടി എന്താ വായിക്ക? അദബുൻ. എന്താ വായിക്ക? അദബുൻ. ഉറക്കനെ പറയ്. നിങ്ങളെന്താ ഒച്ചല്ലാതെ ഇരിക്കുക, മിണ്ടാതെ ഇരിക്കുക? ഒന്ന് ഉറക്കനെ വായിക്ക്. അദബുൻ. അങ്ങനെ നല്ല കുട്ടികളാണ്, ഉഷാറുള്ള കുട്ടികളാണ് നിങ്ങള്. ഇനി അടുത്തത് ഉസ്താദ് കാണിക്കാൻ പോകുന്നത്. ഇതിലും ഇനി എന്താ കാണിക്കാൻ പോണത്? ഒക്കെ അറിയാം, നിങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പൊ തന്നെ പറയൽ തുടങ്ങിയിട്ട് ചിലവര് സാർ എന്താ വായിക്കാൻ പോണെന്നുള്ളത്. എന്തായാലും ഇന്നാ നോക്കിക്കോളി. എന്താ വായിക്ക? ഇ. ഇതെന്താ വായിക്ക? ഇ. ഇനി എന്താ കാണിക്കാൻ പോണത്? ഇത് ഞാൻ ഒറ്റട്ട് എഴുതിയിട്ടാണ്, പുസ്തകത്തിൽ എഴുതിയ മാതിരി അല്ലെങ്കിൽ എഴുതിയിട്ടാണ് ഇത് കാണിക്കാൻ പോണത്. കാണിക്കട്ടെ. എന്താ വായിക്ക? ഈ ബ. ആദ്യത്തത് ഈ. ഇതെന്താ വായിക്ക? ബ. എന്താ വായിക്ക? ബ. ഇനി രണ്ടു കൂടെ പറഞ്ഞു കേട്ടെല്ലാവരും. ഈ ബ. ഇനി ഒരു അക്ഷരമായിട്ട് ബാക്കിയുണ്ടല്ലോ, അതെന്താണ്? അത് പുസ്തകം കാണിക്കട്ടെ. റൊൻ. എന്താ വായിക്ക? റൊൻ. അപ്പൊ ഇത് മൂന്നും കൂടി എന്താ വായിക്ക? ഈ ബറുൻ. എന്താ വായിക്ക? ഈ ബറുൻ. ഇത് മൂന്നും കൂടി എന്താ വായിക്ക? ഈ ബറുൻ. അയ്യോ, നമ്മൾ നിങ്ങൾ വെച്ച് നോക്കല്ലേ? രസമുണ്ടാവൂലേ? രസമുണ്ടാവോ? ഒന്ന് വായിച്ചു നോക്കണേ, നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. കാണില്ലേ? കാണില്ലേ? ഈ ബറുൻ. ഉഷാറായിട്ട് അടുക്കളയിൽ കേക്കട്ടെ. അടുക്കളയിൽ പോയി ഇതൊന്നും തോന്നുന്നുണ്ടല്ലേ? വായിച്ചാട്ടെ. ഈ ബറുൻ. കാണില്ലേ? കാണുന്നുണ്ട്. ഈ ബറുൻ. വേറെ ഭാഗത്ത് കുടിച്ചാൻ പറ്റുമോ? കുടിച്ചാൻ പ്രയാസല്ലേ? ഇങ്ങനെ വായിച്ചോക്കെ ഇങ്ങനെ കാര്യത്തൊക്കെ. ഈ ബറുൻ. നല്ല കുട്ടികളാണ്, ഉഷാറുള്ള കുട്ടികളാണ്. നമ്മൾ ആദ്യം കാണിച്ചതും കൂടി അതേമാതിരി കുടിച്ചു നോക്കല്ലേ? ഇങ്ങനെ കുടിച്ചാ എങ്ങനെ കുടിച്ചാ? ആ. പിന്നെ ദാ ബുൻ. അദബുൻ. അയ്യോ, ഉഷാറുള്ള കുട്ടികളാണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പഠിച്ചത്. അത് എങ്ങനെയാണ് എഴുതാൻ ഉസ്താദ് കാണിച്ചു തന്നിരുന്നു, മറക്കാൻ പാടില്ല. ഒന്നും കൂടെ കാണിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നും എങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത് അതും നമ്മുടെ പുസ്തകത്തിന്റെ 1ാമത്തെ പാഠത്തിലെയും 2ാമത്തെ പാഠത്തിലെയും അവസാനമുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? അക്ഷരം വിട്ടിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ എന്താണ് ചേർക്കേണ്ടത്? ഇത് ഒന്ന് പറഞ്ഞു തരാനാണ് ഇന്ന് ഉസ്താദ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഉഷാറായിട്ട് വായിച്ചല്ലോ, നല്ല ഉഷാറായിട്ട് പഠിച്ചല്ലോ, നല്ല ഉഷാറായിട്ട് കണ്ടില്ലേ? അപ്പൊ അതൊക്കെ എപ്പോഴും മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം. ഇനി നിങ്ങൾ ബോർഡൊക്കെ നോക്കുക. ഉസ്താദ് എഴുതുന്നത് കാണിക്കാൻ പോവാണ്. എങ്ങനെയാണ് എഴുതാൻ കാണിക്കാൻ പോവാണ്. നമ്മൾ പറഞ്ഞതാണ്
പഠിക്കുക. എൻ്റെ പൊന്നുമക്കൾ നല്ല ഉഷാറുള്ള കുട്ടികളാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് നന്നായി ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. എഴുതാൻ പോവാണ്. അലിഫ്. എന്താ വായിക്കുക? അലിഫ്. മേലെ ഫത്തഹ ഇട്ടാൽ ആ. ഇനി എന്താ എഴുതാൻ പോകുന്നത്? ദാ. പിന്നെന്താണ്? ബുൻ. അദബുൻ. എന്താ വായിക്കുക? അദബുൻ. ഒന്ന് വായിച്ചാട്ടെ, എല്ലാവരും വായിച്ചാട്ടെ ഉഷാറായിട്ട്. അദബുൻ. എന്താ വായിക്കുക? ഇത് മാത്രം വായിച്ചാട്ടെ. ആ. എന്താ വായിക്കുക? ആ. ഇതോ ദ. ഇതോ ബുൻ. ഇത് മൂന്നും കൂടി എന്താ വായിക്കുക? അദബുൻ. ഇനി ഇത് രണ്ടും മാത്രം ഒന്ന് വായിച്ചു നോക്കിയാലോ? ആ ദ അദ. ഇത് രണ്ടും കൂടി വായിച്ചു നോക്കിയാലോ? ദ ബുൻ. അദബുൻ. എന്തൊരു ഉഷാറുള്ള കുട്ടികളെ. ഒന്ന് വായിച്ചാട്ടെ, ഉറക്കെ വായിച്ചാട്ടെ. അദബുൻ. എന്താ വായിക്കുക? അദബുൻ. ഇത് മാത്രം എന്താ വായിക്കുക? അ. മാത്രം എന്താ വായിക്കുക? ആ. ഇതാണ് നിങ്ങൾ കൂടുതൽ ഈ പാഠത്തിൽ പഠിക്കേണ്ടത്. ഇത് വായിക്കാൻ പഠിക്കുക. ഇനി നിങ്ങൾ ആ പുസ്തകത്തിന്റെ അവസാനം കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? വിട്ടുപോയിട്ട് ഇങ്ങനെ കാണാം. കുറേ പുള്ളി അഥവാ ഒഴിഞ്ഞു പോരാൻ. പിന്നെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഇവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? എന്താണ് എഴുതേണ്ടത്? പറഞ്ഞാൽ എല്ലാവരും സാധാരണ പറഞ്ഞാൽ ആ പറയും പറയും. എന്താ എഴുതാ? ആ. ഇതാണ് ഇവിടെ വിട്ടുപോയത്. ഇത് നിങ്ങൾ നല്ലോണം പഠിക്കണം. എന്താ ഇവിടെ വായിക്ക? ഒന്നുകൂടെ പറയും. നല്ലോണം കണ്ടല്ലേ? സാറായിട്ട് കണ്ടില്ലേ? നീ വായിക്കാൻ പോവാണ്. വായിക്കട്ടെ. ഇനി ഉസ്താദ് പറയാൻ പോകുന്നത് കളർ കൊടുക്കുന്നതിനെ പറ്റിയാണ്. ഒന്നാമത്തെ പാഠത്തില്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ നോക്കാം. അതിൽ നിങ്ങൾ പുസ്തകത്തിൽ കാണാം. ഇങ്ങനെ അലിഫ് കാണാം. ആ അലിഫിനെ അതിലിങ്ങനെ ആദ്യം വേറൊന്നും കാണാം. ഇങ്ങനെ കാണാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പെൻസിൽ, നമ്മുടെ പെൻസിൽ ഉണ്ടല്ലോ, ആ പെൻസിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? എഴുതാനുള്ള സെന്ററിൽ ഇങ്ങനെ അങ്ങനെ എഴുതി പഠിക്കാൻ. അത് എങ്ങനെയാണ് ആ അലിഫ് എഴുതുക എന്നുള്ള രീതി പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. അതേ രീതിയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ അലിഫ്. ഇവിടെ അങ്ങനെ എഴുതാൻ പാടില്ല. എങ്ങനെ എഴുതണോ? മുകളിൽ നിന്ന് താഴോട്ട് എഴുതണം. അതേപോലെ തന്നെ ഫതഹ ഇടുമ്പോൾ ഇങ്ങനെ എഴുതണം. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇനി എങ്ങനെയാണ് നമ്മൾ അലിഫിന് കളർ കൊടുക്കല്? അതാണ് പറയുന്നത്. നല്ലോണം നോക്കണോ? ഇതാണ് അലിഫ്. എങ്ങനെ ഇപ്പൊ ഇതിന് കളർ കൊടുക്കുക? നോക്കട്ടെ. നമുക്ക് കളർ കൊടുക്കുമ്പോൾ അലിഫ് എങ്ങനെയാണ് എഴുതാമെന്ന് കൂടെ പഠിക്കണം. അതാണ് ഇതിൽ ശരിക്ക്. അപ്പൊ എങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത്? അലിഫ് 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 അലിഫ്. ഇങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത്. നിങ്ങളൊക്കെ ചില ആൾക്കാർക്കൊക്കെ തെറ്റിക്കണ്. തെറ്റിയരൊക്കെ ഇപ്പൊ തിരിച്ചിട്ടുണ്ട്. ചിലരിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനെയൊക്കെ തെറ്റാണ്. ഇങ്ങനെ അലിഫ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ. അപ്പൊ ഇനി ഫതഹിനെ എങ്ങനെ കളർ കൊടുക്കല്? ഫതഹ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ മേലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഫതഹിനെ എങ്ങനെ കൊടുക്കല്? ഫതഹിനെ പോലെ ഇങ്ങനെ ഇങ്ങനെ കളർ കൊടുത്ത് പഠിക്കണം. കളർ കൊടുക്കാത്തവർക്ക് ഇപ്പൊ എങ്ങനെ കളർ കൊടുക്കാന്ന് മനസ്സിലായില്ലേ? കൊടുത്തവർക്ക് മനസ്സിലായി. ഇഞ്ഞ് കൊടുക്കുമ്പോ എങ്ങനെ
മനസ്സിലായോ? അപ്പൊ ഈക്ക് എങ്ങനെ കളർ കൊടുക്കുക? ഇതുപോലെ തന്നെ, പക്ഷെ കെസർ എവിടെ ആയിരിക്കും? താഴെ ആയിരിക്കും. ഒന്നാലും പറഞ്ഞുതരാം, ഉസ്താദ് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് കളർ കൊടുക്കാനുള്ളത്. പറ്റിച്ച് ചിലരൊക്കെ പറ്റിച്ച് ചിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയല്ല കൊടുത്തെന്ന് പറഞ്ഞാണ്ട്. ഒന്നുകൂടെ നല്ലോണം ശ്രദ്ധിച്ചോളി. നോക്കണില്ലേ നിങ്ങള്? ഉറക്കം വരണ്ട. അപ്പൊ ഉറക്കത്ത് നീച്ചു വന്നിട്ടല്ലോ. ചായ ഒക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കല്ലേ? നല്ല ഉഷാറായിട്ട് ഒന്നും കൂടെ കാണിക്കാൻ സ്ഥലം എങ്ങനെയാണ് കളർ കൊടുക്കല്? ഇങ്ങനെ അലിഫ്. ഇത് അലിഫ് പഠിക്കാനും കൂടെയാണ് എങ്ങനെ എഴുതാനുള്ളത്. അലിഫ് 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 അലിഫ്. എന്തൊരു രസമുണ്ട്. ഇങ്ങനെയാണ് കളർ എടുക്കേണ്ടത്. പിന്നെങ്ങനെ കെസറിന് ഒന്നിച്ചു കൊടുക്കുമ്പോ, ഇത് പുസ്തകം കാണിച്ചു തന്നതാണ്. ഒന്നിച്ചു കൊടുക്കുമ്പോ എന്ത് വേണം? അലിഫിടുക, അതിന്റെ കൂടെ തന്നെ എഴുതി പഠിക്കും. ഇങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത്. ഇതേ രീതിയിൽ നിങ്ങള് പുസ്തകത്തിൽ കളർ കൊടുത്തിട്ട് ആർക്ക് കാണിച്ചു കൊടുക്കണം? ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യാ? ഉസ്താദിന് അയച്ചു കൊടുക്കുകയും ചെയ്യാ. ഇങ്ങനെ കളർ എടുത്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് ഉസ്താദ് കാണിച്ചു തന്ന അതേ രീതിയിൽ തന്നെ കളർ കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് എങ്ങനെ എന്ത് പഠിയുള്ളൂ? അലിഫുടൽ പഠിക്കാനാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ അലിഫുടല് പഠിക്കുകയാണ്. അലിഫുടല് പഠിക്കുകയാണ്. എങ്ങനെയാണ് എഴുതേണ്ട രീതി എന്നുകൂടെ പഠിപ്പിക്കുന്ന ശൈലിയാണ് ഇപ്പോൾ ഉസ്താദ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? കളറ് നൽകണം. അങ്ങനെയാണ് കളർ നൽകാനും പാടുള്ളൂ. അല്ലാതെ മറ്റുള്ള രീതിയിൽ കളർ കൊടുത്താൽ അലിഫ് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. ഇത് മനസ്സിലാക്കലും കൂടെയാണ് നമ്മുടെ കളർ കൊടുക്കൽ കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കളർ കൊടുത്ത് പഠിക്കണം. രണ്ടും ഞാൻ കാണിച്ചു തന്നു. അദബ് എന്ന പാഠത്തിലെ വിട്ടുഭാഗം കാണിച്ചു തന്നു. അദബ് എന്ന പാഠത്തിലെ അവസാനം ഇങ്ങനെ കാണാം. അവിടെ എന്താ ചേർത്ത് കൊടുക്കാനുള്ളത്? ആ എന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇവർ എന്ന പാഠത്തിലും അതുപോലെ തന്നെ കാണാൻ പറ്റും. എന്ത്? ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? ഈ എന്നും എഴുതി കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് പാഠത്തിലും പഠിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്താ പറഞ്ഞു തന്നത്? എങ്ങനെയാണ് കളർ കൊടുക്കുക എന്ന് പറഞ്ഞു തന്നു. അതും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല കുട്ടികളായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് വായിച്ചും എഴുതിയും പഠിക്കുക. ഒരിക്കൽ കൂടെ പറയാൻ പോവാണ് കളർ കൊടുക്കുന്നതിന്റെ രീതി. ഒന്ന് നോക്കിയേ. അലിഫ് ഇ അലിഫ് ഇ അലിഫ് ഇ അലിഫ് ഇ അലിഫ് ഇ അലിഫ് ഇ അലിഫ്. ഇങ്ങനെ കളർ കൊടുത്ത് നല്ല ഉഷാറായിട്ട് പഠിക്കണം. എന്നാലേ എന്താവുള്ളൂ? നമുക്ക് നല്ല ഉഷാറിൽ പഠിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ എന്തൊക്കെയാ നമുക്ക് മനസ്സിലായത്? എങ്ങനെയാണ് അലിഫ് എഴുതലെന്ന് പഠിച്ചു, എങ്ങനെയാണ് അതിന് കളർ കൊടുക്കലെന്ന് പഠിച്ചു, എന്തൊക്കെയാണ് നമ്മൾ ഈ രണ്ട് പാഠത്തിൽ മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കി, ഈ മനസ്സിലാക്കി, അദബൻ മനസ്സിലാക്കി, ഇബറും മനസ്സിലാക്കി. ഇബർ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായല്ലോ? സൂചിയാണ്. പിന്നെ എങ്ങനെയാണ് കളർ കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ നമ്മുടെ പാഠത്തിന്റെ അവസാന ഭാഗത്ത് വിട്ടുപോയ ഭാഗത്ത് എന്താണ് ചേർക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ഈ വക കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പാഠത്തില് പഠിച്ചത്. അപ്പൊ എന്താ ഇന്നത്തെ ക്ലാസ്? ഇതിന്റെ ഒരു അവലോകനം മാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്
കാരണം എന്താ, ക്ലാസ് എടുത്തു പോയാൽ മാത്രം പോരാ, എങ്ങനെയാ പഠിക്കേണ്ടതെന്നും കളർ കൊടുക്കലും അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എങ്ങനെയാണ് കളർ കൊടുക്കുക എന്നുള്ളത്. ഈ രീതിയിൽ കളർ കൊടുത്ത് പഠിക്കണം. അപ്പോഴേ നമുക്ക് അക്ഷരത്തിന്റെ രീതി മനസ്സിലാവുള്ളൂ, അക്ഷരത്തിന്റെ രൂപവും മനസ്സിലാക്കുകയുള്ളൂ. അതാണ് ഈ ക്ലാസ്സിൽ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇനി നിങ്ങളെ പുസ്തകത്തിൽ ഏത് രീതിയിൽ തന്നെ കൊടുത്ത് പഠിക്കണം. ഇന്ന് ഉസ്താദ് എങ്ങനെയാണോ കളർ കൊടുക്കൽ കാണിച്ചു തന്നത് അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, കളർ കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. ഇതേ രീതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അല്ലാതെ ചില ആളുകൾ കളർ കൊടുക്കലുണ്ട്. എങ്ങനെയാ കളർ കൊടുക്കുക അത് ഞാൻ മനസ്സിലാക്കാം. തെറ്റായ രീതിയിലുള്ള കളർ കൊടുക്കൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇത് അല്ല. ഇതിലൂടെ കളർ കൊടുക്കലുകൾ പഠിക്കുന്നത് അക്ഷരം എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ഈ കളർ കൊടുക്കലൂടെ പഠിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത് ഉസ്താദ് കാണിച്ചു തന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, പുസ്തകത്തിൽ അങ്ങനെ കളർ കൊടുക്കണം. പിന്നെ വീട്ടിലൊക്കെ സ്ലേറ്റ് ഉണ്ടാവും, ആ സ്ലേറ്റിൽ ഇതുപോലെ എഴുതി തരാൻ പറയാം ഉമ്മാനോട്. ഏതുപോലെ ഇങ്ങനെ എഴുതി തരാൻ പറയാം. എന്നിട്ട് നിങ്ങൾ അതിലെന്ത് ചെയ്യാം, കളറ് കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ അതുകൊണ്ട് ഇതേ രീതിയിൽ നിങ്ങൾ പഠിക്കണം. അസ്സലാമു അലൈക്കും.